ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് മോർണിംഗ് വാക്കിന് വേണ്ടി കോട്ടക്കുന്നിൻ്റെ മേലെ വന്നപ്പോൾ പ്രകൃതി രമണീയമായ ഒരു കോട്ടക്കുന്നിനെയാണ് ഞാൻ കണ്ടത്. മഞ്ഞ് മൂടപ്പെട്ട കോട്ടക്കുന്ന് അതിമനോഹരമായിരുന്നു. അതൊരു വീഡിയോയിൽ പകർത്തി മാത്രമല്ല കോട്ടക്കുന്നിൻ്റെ ഒരു വിവരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ ചെയർമാനായി ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അതായത് DTPCയുടെ കീഴിൽ മലപ്പുറം ടൗണിന് സമീപത്ത് പ്രവർത്തിച്ചു വരുന്നതാണ് കോട്ടക്കുന്ന് അമ്യൂസ്മെൻറ്റ് പാർക്ക്. പുലർച്ചെ 4 മണി മുതൽ 8 മണി വരെ സൗജന്യമായി പ്രഭാത നടത്തക്കാർക്കും 8 മണി മുതൽ രാത്രി 9 മണി വരെ വിനോദസഞ്ചാരികൾക്കും വേണ്ടിയുള്ളതാണ് ഈ പാർക്ക്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള കോട്ടക്കുന്നിൽ നിരവധി പേർ പ്രഭാതത്തിൽ വ്യായാമം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പ്രഭാത സമയത്ത് വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി DTPC സൗജന്യമായിട്ടാണ് നിലവിൽ എൻട്രി അനുവദിക്കുന്നത്. രാവിലെ വ്യായാമം ചെയ്യുന്നത് ശാരീരികമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളില്ലാതെ ജീവിക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായി വ്യായാമം ചെയ്യുന്നതിനും ഫിസിക്കൽ ആക്റ്റീവ് ആവുന്നതിനും വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെപ്പറ്റി DTPC ആലോചിക്കുന്നുണ്ട്. കൂടുതൽ പേർ DTPCയുടെ കോട്ടക്കുന്നിലെത്തി വ്യായാമത്തിൽ ഏർപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മലപ്പുറം നഗരസഭയിൽ നിന്നും പരിസരത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും ധാരാളം ആളുകൾ വാഹനങ്ങളിലായി 4 മണി മുതൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോഴേക്കും പാർക്ക് ജീവനക്കാർ ലൈറ്റുകൾ ഓൺ ചെയ്ത് ഗേറ്റ് തുറന്ന് റെഡിയായിട്ടുണ്ടാവും. വരുന്നവരിൽ നടക്കുന്നവരും ഓടുന്നവരും വ്യായാമം ചെയ്യുന്നവരും യോഗ, കരാട്ടെ, കളരി മുതലായ കായിക അഭ്യാസങ്ങൾ പരിശീലിക്കുന്നവരും ഉണ്ടാകും. മണിക്കൂറുകൾ ചിലവഴിച്ച് സൗഹൃദം പുതുക്കി കുശലം പറഞ്ഞ് സ്നേഹം പങ്കുവെച്ച് തിരിച്ചു പോകുന്നവരാണ് പലരും. കൂടുതൽ പേർ കുടുംബമായി വരുന്നവരാണ്. അവധി ദിവസങ്ങളിൽ കുട്ടികളും ഉണ്ടാകും. സുപ്രഭാതത്തിൽ എല്ലാവരും ഇവിടെ കോട്ടക്കുന്നിൽ അസംബിൾ ചെയ്തിട്ട് എല്ലാവരും പ്രഭാത സവാരി ചെയ്യുന്നുണ്ട്. മിക്ക ആൾക്കാരും ഒരു 4, 5, 6 കിലോമീറ്റർ നടക്കും, എന്നിട്ട് വീട്ടിൽ പോകും. നല്ലതാണ്. നടത്തം ഒരു എല്ലാ തരത്തിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ട് ഒരു നല്ലൊരു വ്യായാമമാണ്. എക്സസൈസ് നൽകാൻ പറ്റിയ ഒരു വ്യായാമ മാർഗമാണ് നടത്തം. ഇത് എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി അവരവരുടെ ആരോഗ്യത്തിനെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വിരലിലെണ്ണാവുന്ന അംഗങ്ങൾ തൊട്ട് 300-ൽ പരം അംഗങ്ങളുള്ള ധാരാളം കൂട്ടായ്മകൾ ഇവിടെയുണ്ട്. ചിലർക്ക് പ്രത്യേകം യൂണിഫോമുകളും ഉണ്ട്. ഇതിൽ ദശവർഷങ്ങൾ പിന്നിട്ട കൂട്ടായ്മകൾ വരെയുണ്ട്. നടത്തത്തിനു ശേഷം ഈ ബന്ധങ്ങൾ തുടരുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ഇവർ വിനോദയാത്ര, വീട് സന്ദർശനം, പഠന ക്ലാസ്, ആരോഗ്യ ചർച്ച, ആതുര സേവനം മുതലായവ നടത്തിവരുന്നു. ഇവർ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ കോട്ടക്കുന്നിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 23-24 വർഷമായി. ഇവിടുത്തെ നടത്തത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം, ഒരു റൗണ്ട് നടന്നാൽ ഏകദേശം 1 കിലോമീറ്റർ ആവും. അപ്പോൾ 5-6 റൗണ്ട് നടന്നാൽ പിന്നെ 5-6 കിലോമീറ്റർ വരും. എന്നാൽ കോട്ടക്കുന്നിൽ നടക്കാൻ വരാൻ തുടങ്ങിയതിന് ശേഷം പല തരത്തിലും പല വ്യവസ്ഥിതികളിൽ ജീവിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു. അത് നോക്കിയാൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മുതൽ മുകളിലേക്ക് പോയ കളക്ടർ വരെ അല്ലെങ്കിൽ SP വരെയുള്ളവരുടെ ആയിട്ട് കൂടെ നടക്കുവാനും അതുപോലെ തന്നെ പലരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. ഏറെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്, ധാരാളം സുഹൃത്തുക്കൾ ഇവിടെ വെച്ചുണ്ടായിട്ടുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ. മലപ്പുറവും കോട്ടക്കുന്നും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായതുകൊണ്ട് അല്പം ചരിത്രം പറയുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക ആസ്ഥാനമായിരുന്നു മലപ്പുറം. പുരാതന കാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേരരാജ്യത്തിൻ്റെ അധികാരികളായിരുന്ന പെരുമാൾ ഭരണത്തിൽ നിന്നും വള്ളുവനാടിൻ്റെ ഭാഗമായി മലപ്പുറം. വരക്കൽ പാറനമ്പീശൻ എന്ന സൈനാധിപൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം വള്ളുവ കോനാത്തിരിയിൽ നിന്നും കീഴ്പ്പെടുത്തി. കോട്ടക്കുന്നിന് മുകളിൽ ഒരു കോട്ട നിർമ്മിക്കാൻ സാമൂതിരി രാജാവ് തീരുമാനിച്ചു. ആ കോട്ടയുടെ പടികൾ കോട്ടപ്പടിയിലും 3-ാം പടിയിലും കാണാമായിരുന്നു.
അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കോട്ടക്കുന്ന് എന്ന് പേര് ലഭിച്ചത്. കോട്ടക്കൽ ഭരണാധികാരി പന്ത്ര കോനാതിരിയുമായി ഉണ്ടായ യുദ്ധത്തിൽ അന്നത്തെ പാറനമ്പി പരാജയപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞ മലപ്പുറത്തെ മാപ്പിളമാർ പടപൊരുതി പാറനമ്പിയെ മോചിപ്പിക്കുകയുണ്ടായി. ഇതിൽ സന്തുഷ്ടനായ പാറനമ്പി കടലുണ്ടിപ്പുഴയുടെ സമീപത്ത് മാപ്പിളമാർക്ക് ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്തു. ആ പള്ളിയാണ് പ്രസിദ്ധമായ ഇന്നത്തെ വലിയങ്ങാടി ജുമാഅത്ത് പള്ളി. ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മാപ്പിളമാർ വലിയങ്ങാടി എന്ന പേരിൽ അറിയപ്പെടുന്ന വാണിജ്യ കേന്ദ്രമാക്കി മാറ്റി. ഇപ്പോൾ സാധാരണ ആൾക്കാർ ഇവിടെ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. ഒരു 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ഒരു 80,000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഇന്ത്യ വായുള്ള ഭൂപകരണങ്ങളിലൊക്കെ എത്തിയത്. കാർഷിക വൃത്തി തുടങ്ങുന്നത് ഒരു 16,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് മുഴുവൻ മനുഷ്യൻ വേട്ടയാടിയാണ് ജീവിച്ചത്. അതായത് മനുഷ്യനൊരു 25-50 കിലോമീറ്റർ എല്ലാ ദിവസവും അന്ന് ഓടിയിട്ടാണ് അവൻ്റെ നിത്യവൃത്തി നടത്തിയിരുന്നത്. അപ്പോൾ നമ്മുടെ ആ ജീവിതശൈലി നമ്മളെ മാറ്റിയേ തീരുള്ളൂ. നമ്മളെ ജീനുകളിൽ എഴുതിയിരിക്കുന്നത് 25 കിലോമീറ്ററും 50 കിലോമീറ്ററും ഓടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. ഓക്കെ, താങ്ക് യു. ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താൻ മലബാറിൻ്റെ ഭരണം ഏറ്റെടുത്തതോടെ മലപ്പുറം കോട്ട വികസിപ്പിക്കുകയും മൈസൂരിൽ നിന്നും പീരങ്കികളും വെടിമരുന്നുകളും മറ്റും കൊണ്ടുവന്ന് ഒരു ശക്തമായ സൈനിക താവളമാക്കി മാറ്റുകയും ചെയ്തു. കൂടാതെ മലപ്പുറം കോട്ട കേന്ദ്രമാക്കി താമരശ്ശേരി, പാലക്കാട്, ഫറൂഖ്, പരപ്പനങ്ങാടി, കൊളത്തൂർ വഴി പട്ടാമ്പി എന്നീ റോഡുകൾ നിർമ്മിച്ചു. ഈ റോഡുകൾ ടിപ്പുവിൻ്റെ പാലക്കാട് കോട്ട, ഫറൂഖ് കോട്ട, പട്ടാമ്പിക്ക് സമീപത്തെ രാമഗിരി കോട്ട, പാലൂർ കോട്ട തുടങ്ങിയ കോട്ടകളുമായും താമരശ്ശേരി ചുരം, കാരക്കൂർ അതായത് നാടുകാണി ചുരം, സിസ്പാര ചുരം, വാളയാർ ചുരം തുടങ്ങിയ ചുരങ്ങളുമായും ബന്ധിച്ചു. സാമൂതിരിയുടെ മഞ്ചേരിയിലെ കരം പിരിവുകാരനും വെടിമരുന്ന് സൂക്ഷിപ്പുകാരനുമായിരുന്നു അത്തൻ കുരിക്കൽ. 3-ാം ബ്രിട്ടീഷ് ടിപ്പു യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും മലബാർ ബ്രിട്ടീഷ് സഖ്യത്തിന് കൈമാറുകയും ചെയ്തു. അതോടെ മലപ്പുറം കോട്ട മഞ്ചേരി അത്തൻ കുരിക്കളുടെ കീഴിൽ വന്നു. 1806 പട്ടാമ്പിയിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ മഞ്ചേരി അത്തൻ കുരിക്കൾ കൊല്ലപ്പെടുകയും മലപ്പുറം കോട്ട ബ്രിട്ടീഷുകാരുടെ കീഴിൽ വരികയും ചെയ്തു. मेरा नाम राजेश्री है. मैं ग्रामीण बैंक की जॉब करती हूँ. मैं यहाँ पे 2.5 साल पहले मलप्पुरम पे शिफ्ट होकर ट्रांसफ़र होकर आई थी. जब मैं यहाँ पे आई थी मेरा बेटी को घुमाने के लिए मैं नॉर्मली यहाँ पे आती थी. बट धीरे धीरे मुझे एक चीज़ पता चला कि यहाँ पे मॉर्निंग वॉक करने के लिए भी एक स्पेस है जो कि नॉर्मल लोगों के लिए मॉर्निंग अवेलेबल रहता है. उस दौरान आना नहीं हो पाया, बट लास्ट फ्यू मंथ मैं आती हूँ एंड बहुत अच्छा इम्पैक्ट है. मीन्स हमारे जैसे जो 9 to 5 जॉब करते हैं, हमारा ज़्यादा डिजीज़ का जो चांसेस रहता है वो अगर हम कुछ बॉडी एक्टिविटी नहीं करेंगे ना, वो मुझे फील हुआ. क्योंकि कभी कभी बॉडी पेन, हेडेक, बॉडी स्ट्रेस, बीपी, तो मैं लास्ट फ्यू मंथ से आ रही हूँ. उसका बहुत सारा अच्छा इम्पैक्ट है. वो तो एक पॉजिटिव पॉइंट. सेकंड, यहाँ पे आने के टाइम पे डिफरेंट ग्रुप ऑफ पीपल आई कैन सी हैप्पीली डूइंग. नो वन इज़ डूइंग इन प्रेशर. वो मुझे सबसे अच्छा लगा. एंड सबसे ज़्यादा मोटिवेटर मुझे लगा जो सीनियर्स का एक टीम था. मोस्टली आई यूज टू सी कहाँ पे वो लोग क्या क्लैपिंग कर रहे हैं, स्माइल कर रहे हैं. तो जब से मैं यहाँ पे आई हूँ, मेरा मॉर्निंग का तो जो डोज बोलते हैं मेडिसिन, आई एम गेटिंग दैट वन. आई एम हैप्पी एंड आई रिक्वेस्ट ऑल द यंगस्टर्स दोज आर लुकिंग दिस वीडियो, आप लोग आइए, कुछ टाइम मॉर्निंग का यहाँ पे निकालिए. कुछ नहीं, सिर्फ यहाँ पे आके बैठ भी जाइए, आपको वो पॉजिटिव वाइब्स मिलेगा. यही है मेरा सबसे निवेदन. थैंक यू. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ തെക്കേ ഭാഗത്തെ അവസാനത്തെ സൈനിക താവളം മലപ്പുറമായി അറിയപ്പെട്ടു. കോട്ടക്കുന്നിലെ കോട്ട പൊളിച്ച് അവിടെ ഒരു വെടിവെപ്പ് പരിശീലന കേന്ദ്രം നിർമ്മിക്കുകയും ഉണ്ടായി. അങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ആ കോട്ടക്കുന്ന് കോട്ട ഇല്ലാതായി. 1800കളിൽ തെക്കേ മലബാറിൽ ബ്രിട്ടീഷ് ജന്മി വിരുദ്ധ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതിനുവേണ്ടി 1885 മലപ്പുറത്ത് മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്ന സൈന്യത്തെ സ്ഥാപിച്ചു. പിന്നീട് 1921 മലബാർ ലഹളകാലത്ത്
അത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഉയർത്തി. സ്റ്റാർട്ട്. ഞാൻ പ്രദീപ് പാമ്പലത്ത്, കേരള ഫയർഫോഴ്സിൽ മഞ്ചേരിയിൽ സ്റ്റേഷൻ ഓഫീസറായിട്ട് 30 വർഷം സേവനത്തിന് ശേഷം റിട്ടയർ ആയതാണ്. ഞാൻ സ്ഥിരമായിട്ട് കോട്ടയക്കുന്നിലേക്ക് പ്രഭാത സവാരിക്ക് വരാറുണ്ട്. ഇവിടെ അനേകം വ്യക്തികൾ പ്രഭാത സവാരി ചെയ്യുന്നതിനിടയിൽ ദേഹാസ്വസ്ഥ്യങ്ങൾ കാണാറുണ്ട്. അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് അവർക്ക് CPR നൽകുകയാണ്. CPR ഇവിടെ വരുന്ന എല്ലാ വ്യക്തികളും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു CPR ചെയ്യാനുള്ള ഒരു ബോധവൽക്കരണം തന്നെ വേണം. അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ വ്യക്തികളും CPR പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബ്രിട്ടീഷ് ഭരണകാലത്ത് കോട്ടക്കുന്ന് സമീപത്ത് ഒരു കോടതി സ്ഥാപിക്കുകയും നിരവധി സ്വാതന്ത്ര്യ സമര പോരാളികളെ വിചാരണ ചെയ്ത് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. മലപ്പുറത്തിൻ്റെയും കോട്ടക്കുന്നിൻ്റെയും ചരിത്രം പറയുമ്പോൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചക്കിപ്പറമ്പത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെയും കുഞ്ഞായശുമ്മയുടെയും മകൻ 1875 വെള്ളുവനാടിൽ ജനിച്ചു. ഭാര്യ മാളു ഹജ്ജുമ്മ. വെള്ളുവങ്ങാട് മാപ്പിള പ്രൈമറി സ്കൂളിലും നെല്ലിക്കുത്ത് ഓത്തുപള്ളിയിലുമായിരുന്നു വിദ്യാഭ്യാസം. ബ്രിട്ടീഷ് ഭരണകൂട നടപടികളിൽ ഒട്ടും തൃപ്തനായിരുന്നില്ല. കോൺഗ്രസുമായും ഖിലാഫത്ത് പ്രസ്ഥാനവുമായും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. മലബാർ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായ ഖിലാഫത്ത് നേതാവായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. പിതാവിനെ അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരോടുള്ള വൈരാഗ്യം വർദ്ധിച്ചു. ഏറനാട് കലാപത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആലി മുസ്ലിയാരുടെ സന്തത സഹചാരിയും ശിഷ്യനുമായിരുന്നു വാര്യംകുന്നത്ത്. 75,000-ഓളം വരുന്ന ഒരു വലിയ സേനയെ കൂടെ നിർത്തിയാണ് ബ്രിട്ടീഷുകാർക്കും ജന്മിത്വത്തിനുമെതിരെ പോരാടിയത്. വൈകുന്നേരത്തെ നിസ്കാര സമയത്ത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. 1922 ജനുവരി 6 അറസ്റ്റ് രേഖപ്പെടുത്തി. മലബാർ സ്വാതന്ത്ര്യ സമര നായകൻ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അദ്ദേഹത്തിൻ്റെ 2 സഹായികളെയും ബ്രിട്ടീഷ് കോടതി വധശിക്ഷ വിധിച്ചു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് അന്ത്യാഭിലാഷം എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് കെട്ടാതെ മുന്നിൽ നിന്നുകൊണ്ട് നെഞ്ചിലേക്ക് വെടിവെക്കണം എന്നാണ് പറഞ്ഞത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ 1922 ജനുവരി 20 ഉച്ചയ്ക്ക് കോട്ടക്കുന്നിൻ്റെ വടക്കേ ചെരുവിൽ വെച്ച് വെടിവെച്ചുള്ള വധശിക്ഷയ്ക്ക് വിധേയമാക്കി. മൃതശരീരം കത്തിച്ച് കളയുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. കൂടാതെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള മലയാള രാജ്യം എന്ന പ്രസിദ്ധീകരണ രേഖ അതിനോടൊപ്പം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഇങ്ങനെ കുറേ ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് മലപ്പുറവും കോട്ടക്കുന്നും. കോട്ടക്കുന്ന് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും രാവിലെ സമയത്ത് ഏകദേശം ഒരു 500-ലേറെ ആളുകൾ ഇവിടെ നടക്കാൻ വരുന്നുണ്ട്. ഈ നടത്തത്തിൻ്റെ ടീമിൻ്റെ കോട്ടക്കുന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടന പ്രസിഡൻ്റാണ് ഞാൻ. ഈ സംഘടന തന്നെ ഏകദേശം 350 മെമ്പർമാരുണ്ട്. ഞങ്ങളിവിടെ വന്ന് എല്ലാവരും നല്ല സുഹൃത്തുക്കളായി മാറി, സാധാരണ ബന്ധുക്കളേക്കാൾ അടുത്ത ബന്ധുക്കളായി മാറി. എല്ലാ പരിപാടികളിലും ഇവൻസിലും ദുഃഖങ്ങളിലും സന്തോഷത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ധാരാളം നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് നടത്തം എന്നത് നമുക്കറിയാം ശരീരത്തിനും മനസ്സിനും ഉല്ലാസമേകുന്നതാണ്. ഞങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടി ഇവിടെ ഒരു കല്ലുകൾ മാത്രം അല്ലെങ്കിൽ ചരക്കല്ല് മാത്രം പെട്ട ഒരു പാത്വേ ഞങ്ങൾക്ക് വേണം. അത് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. كيف الحال يا جماعة؟ طيب الحمد لله. أنا يجي من جيزان سعودي عربية ما شاء الله ما شاء الله 30 سنة شغل. أنا يجي من كيرلا كل مرة يجي هنا صباح بدري 1 ساعة تمشي هنا. هذا الكوٹا كل مرة فنان 100 ما شاء الله. كل مرة يجي أنا 1 ساعة تمشي.
هذا كله جماعة صديق كله فنانين تمام مية مية هذا كله جماعة من واحد ساعة تمشي هنا ജമീല ഞങ്ങളെ ഗ്രൂപ്പ് യോഗ ഗ്രൂപ്പാണ്. ഞാനിവിടെ ഒരു 10 വർഷത്തിലധികമായി ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട്. അത് സത്യത്തിൽ പറഞ്ഞാൽ നടക്കാനൊന്നും വരാതിരുന്നാലാണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം. ഇങ്ങനെ 5 റൗണ്ടൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഈ പൈപ്പിലിരിക്കും. ഞങ്ങൾ എല്ലാ സംസാരവും അവിടെ സംസാരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. ഞങ്ങൾ ലേഡീസ് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് ടൂർ പോകും. ജെൻസ് പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു ധൈര്യം കിട്ടിയത്. ഒറ്റയ്ക്ക് ടൂർ പോകാനുള്ള ധൈര്യമൊക്കെ കിട്ടിയത്. ഫ്രണ്ട്സ് കോട്ടക്കുന്നിൽ 75ഓളം അംഗങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾ ഇന്നും നടക്കുകയും അതുപോലെ ഈ സൗഹൃദ സംഭാഷണവും മാനസികമായും ശാരീരികമായുമുള്ള ആരോഗ്യത്തിന് വളരെയധികം ഞങ്ങൾക്ക് സഹായകമാകുന്നുണ്ട്. ഓരോ ദിവസവും ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം മാനസിക ഉല്ലാസം. അപ്പോൾ ശരീരത്തിനുള്ള ടോണിക്ക് പോലെ തന്നെ ആഹാരത്തിൽ ടോണിക്ക് നടക്കുന്നത് പോലെ തന്നെ സന്തോഷം നൽകുന്ന കൂടി ഞാൻ. എൻ്റെ പേര് സീമ. ഞാൻ സെൻറ്റ് ജമാസിലെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ഞങ്ങൾ ഗൈഡ്സ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് രാവിലത്തെ നടത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ, പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവരെയും കൂട്ടി കോട്ടക്കുന്നിലേക്ക് ഒരു പ്രഭാത നടത്തത്തിന് എത്തിയതാണ്. ഈ കോട്ടക്കുന്നിൻ്റെ മനോഹാരിതയും ഒക്കെ ഈ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി. എല്ലാവർക്കും കോട്ടക്കുന്ന് ഇഷ്ടമായില്ലേ? പട്ടാള ക്യാമ്പ് കണ്ണൂരിലേക്ക് മാറ്റിയതിന് ശേഷം ക്യാമ്പ് ഉണ്ടായിരുന്ന സ്ഥലം മലപ്പുറം സിവിൽ സ്റ്റേഷനായിട്ട് മാറ്റുകയും കോട്ടക്കുന്ന് TTPCക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് 33.5 ഏക്കർ സ്ഥലത്ത് ഈ വിശാലമായ പാർക്ക് നിർമ്മിച്ചത്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും വിനോദത്തിനും വിശ്രമത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും DTPC ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ പൂന്തോട്ടം, കുട്ടികൾക്ക് വിവിധതരം കളിസ്ഥലങ്ങൾ, അഡ്വഞ്ചർ പാർക്ക്, ആർട്ട് ഗാലറി, ഓഡിറ്റോറിയം, ഓപ്പൺ എയർ സ്റ്റേഡിയം, മ്യൂസിക്കൽ ഫൗണ്ടൻ, ഭക്ഷണശാലകൾ, വിശ്രമസ്ഥലങ്ങൾ മുതലായവ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കോട്ടക്കുന്ന് മലപ്പുറം ജില്ലയിലെ സുപ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കുന്നിൻ മുകളിൽ നിന്നും മലപ്പുറം നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇന്ന് നടക്കുന്നതിനിടയിൽ കോട്ടക്കുന്നിൻ്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ആകാശത്ത് മഴവില്ലിനെ കണ്ടു. അത് അപൂർവ കാഴ്ചയായിരുന്നു. ചരിത്രവും പ്രകൃതി ഭംഗിയും ചേർന്ന ഈ കോട്ടക്കുന്ന് മലപ്പുറത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ പ്രകൃതി രമണീയമായ നമ്മളെ കോട്ടക്കുന്നിലെ മോർണിംഗ് വാക്കിങ്ങിന് വരുന്ന ജാതിമത ഭേദമന്യേ അവരുടെ കൂട്ടായ്മ ഒരുമയും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള പരിപാടി, അതുപോലെ നമ്മൾ മോർണിംഗ് വാക്കിങ്ങിന് എല്ലാവരും നമ്മൾ കോട്ടക്കുന്നിലേക്ക് വന്ന് ഇതുപോലെയുള്ള കൂട്ടായ്മയിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ ഉപകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഈ കോട്ടക്കുന്നിൻ്റെ പ്രകൃതി ഭംഗിയും ചരിത്ര പശ്ചാത്തലവും മറ്റുള്ളവരിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കൾക്കും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.